പോയിട്ടൊന്ന് നമുക്കിനി കണ്ടിന്യൂ ചെയ്യാമേ. ഓക്കെ, ഓക്കെ, you can hear me now? Can you hear me? Yes. Okay, good. So we'll come back to the lesson. So in the last class, what were we studying about? Do you remember anything? നിങ്ങൾ എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? നമ്മൾ എന്താ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? We started first lesson അല്ലേ, our body. Yes, and then we saw the parts of our body. Okay, parts of our body, and we said that there are main which are the main parts, head, neck, trunk and limbs. These are the main parts of our body. അല്ലെ, നമ്മൾ ഹെഡ് കണ്ടു അല്ലേ? നമ്മൾ എന്താ പറഞ്ഞത്? The head is the uppermost part of the body. അല്ലേ, നമ്മൾ അങ്ങനെയാ പറഞ്ഞത്. The head is the uppermost part of the body. It is hard as it is made up of bones. എന്തുകൊണ്ടാണ് ഇത് ഹാർഡ് ആയിട്ട് തോന്നുന്നത്? ഇത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ് അല്ലേ? ദെൻ the head contains the brain. ഹെഡിലാണ് എന്തുള്ളത്? നമ്മുടെ ബ്രെയിൻ ഉള്ളത്. The brain helps us to think. നമ്മെ ചിന്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ആര്? നമ്മുടെ ബ്രെയിൻ. So the next one is neck. The neck joins the head to the trunk. It also helps the head to move up, down and sideways. Okay, അപ്പോൾ നമ്മുടെ ഹെഡിനെ മുകളിലേക്കും താഴേക്കും മൂവ് ചെയ്യുന്നത്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നെക്കാണ് അല്ലേ? ഓക്കെ, okay then. Okay, so next one is trunk അല്ലേ? നമ്മുടെ കൈത്താടി എന്നൊക്കെ പറയും. The trunk has a chest and abdomen. Chest അല്ലേ, നമ്മുടെ നെഞ്ചുഭാഗവും നമ്മുടെ അടിവയറും ഒക്കെ ഏതിൽ പെടുന്നതാണ്? ട്രങ്കിൽ പെടുന്നതാണ്. The trunk has a chest and abdomen. Keep your right hand on the left side of your chest. Can you hear a labdum sound? നിങ്ങളുടെ റൈറ്റ് ഹാൻഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റിലൊന്ന് വെച്ച് നോക്കിക്കേ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കിക്കേ. റൈറ്റ് ഹാൻഡ് എടുത്തേ, എന്നിട്ട് നമ്മുടെ ചെസ്റ്റിന്റെ ലെഫ്റ്റ് സൈഡിലൊന്ന് വെച്ച് നോക്കിക്കേ. ഹാർട്ട് ബീറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? സൗണ്ട് നമുക്ക് അല്ലേ? കയ്യിലല്ല, ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ചെസ്റ്റ്. കീപ് യുവർ റൈറ്റ് ഹാൻഡ് ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് യുവർ ചെസ്റ്റ്. റൈറ്റ് ഹാൻഡ് ചെസ്റ്റിന്റെ അല്ലേ, നമ്മുടെ നെഞ്ചിന്റെ ഇവിടെ ലെഫ്റ്റ് സൈഡിലൊന്ന് വെച്ച് നോക്കിക്കേ. ഹാർട്ട് അവിടെ തന്നെ. യാ ഫാത്തിമ മെഹ്റീൻ അവിടെ തന്നെ. ഓക്കെ, okay. Can you hear a dum sound? This is your heart. The abdomen contains stomach, liver, the intestines and kidneys. അപ്പോൾ നമുക്ക് അങ്ങനെ നമ്മുടെ നെഞ്ചിടിപ്പ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. And then ഇനി എന്താ പറഞ്ഞത്? അതാണ് നമ്മുടെ ഹാർട്ടിന്റെ ഫങ്ഷൻ, അതാണത്. Then the abdomen contains അല്ലേ, the stomach, liver, intestine and the kidneys. അടിവയർ അല്ലേ? എന്തൊക്കെയാ അവിടെയുള്ളത്? സ്റ്റൊമക്, ലിവർ, intestine and kidneys. ഓക്കെ, അപ്പോൾ ട്രങ്കില് തായ്താടി അതിൽ വരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. നെക്സ്റ്റ് വൺ, ലിംസ്. അവർ ആംസ് ആൻഡ് ലെഗ്സ് ആർ അവർ ലിംസ്. നമ്മുടെ ലിംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കൈകാലുകൾ അല്ലെ? ആംസ് ആൻഡ് ലെഗ്സ്. അവർ ആംസ് ആർ കോൾഡ് ദ അപ്പർ ലിംസ്. നമ്മുടെ കൈകൾക്ക് നമ്മൾ പറയുന്ന പേരാണിത് അപ്പർ ലിംസ്. ഓക്കെ, വി യൂസ് ദം ടു ടച്ച്, ഹോൾഡ്, ലിഫ്റ്റ് ആൻഡ് ത്രോ തിങ്സ്.
നമ്മുടെ അപ്പർ ലിംസ് എന്ന് പറയുന്നത് എന്തിനെയാണ്? നമ്മുടെ ആംസിനെ, കൈകളെയാണ് അല്ലേ. നമ്മുടെ അപ്പർ ലിംസ് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു ടച്ച്, ടു ഹോൾഡ്, ലിഫ്റ്റ് ആൻഡ് ടു ത്രോ. അവർ ലെഗ്സ് ആർ കോൾഡ് ലോവർ ലിംസ്. നമ്മുടെ കാലുകളെ നമ്മൾ ലോവർ ലിംസ് എന്ന് വിളിക്കുന്നു. Limbs helps us to walk, run, jump, dance and hold things. അപ്പോൾ നമ്മുടെ ലെഗ്സ് നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? നമ്മുടെ ഹാൻഡ്സ് നമ്മളെ എന്തിനൊക്കെ സഹായിക്കുന്നു? അതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ, സോ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ കണ്ടത്? നമ്മുടെ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ലിംസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇനി അവർ സെൻസ് ഓർഗൻസ്. സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ. നമുക്ക് എന്താ നോക്കാമല്ലോ? സെൻസ് ഓർഗൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാമല്ലോ? We have 5 sense organs. Yeah, what is it? We have how many sense organs do we have? 5 sense organs we have. They are the skin, eyes, ears, nose and tongue. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ 5 സെൻസ് ഓർഗൻസ്? ഏതൊക്കെയാ? സ്കിൻ, ഐസ്, നോസ്, ears and tongue. Okay, our sense organs helps us to feel, see, hear, smell and taste. അപ്പോൾ നമ്മുടെ സെൻസ് ഓർഗൻസ് നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്? ടു സീ, ടു ഹിയർ, ടു സ്മെൽ ആൻഡ് ടു ടേസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെൻസ് ഓർഗനെയും സെപ്പറേറ്റ് ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ, സ്കിൻ അല്ലേ, നമ്മുടെ ത്വക്ക്. ദ ഔട്ടർ കവറിംഗ് ഓഫ് അവർ ബോഡി ഈസ് കോൾഡ് ദ സ്കിൻ. എന്താണ് സ്കിൻ? The outer covering of our body is called skin. അല്ലേ, നമ്മുടെ ശരീരത്തിന് പുറത്ത് നമുക്ക് കാണാം നമ്മുടെ സ്കിൻ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ഓഫ് അവർ ബോഡി. അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ അണ്ടർലൈൻ ചെയ്യണേ. ഏതാണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ? ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻസ് ഇൻ അവർ ബോഡി ഈസ് അവർ സ്കിൻ. അണ്ടർലൈൻ ചെയ്തോ? സ്കിൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ഇൻ അവർ ബോഡി. Our skin helps us to feel heat, cold, pressure and pain. അല്ലേ, നമ്മുടെ കൈ അറിയാതെ ഒന്ന് ചൂടുള്ള ഒരു വസ്തുവിൽ തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ ചൂട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതുപോലെ തണുപ്പുള്ള വസ്തുവിൽ തൊട്ട് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ വേദന അല്ലേ. ഓക്കെ, സോ അപ്പോൾ നമ്മുടെ സ്കിൻ ഫീൽ ചെയ്യാനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതോടൊപ്പം don't forget the biggest sense organ in our body is our skin. Okay, so then second one, eyes. Okay, look around, you will see many things. Our eyes helps us to see the wonderful world around us. നമുക്ക് ചുറ്റുമുള്ള നമ്മുടെ സുന്ദരമായ ലോകം കാണുന്നതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ഏത് സെൻസ് ഓർഗനാ? നമ്മുടെ ഐസ് ആണ്. The eyelashes protect our eyes from dust. അല്ലേ, നമ്മുടെ കണ്ണിന് പീലികളുണ്ട് അല്ലേ. കൺപീലികൾ ആണ് കണ്ണിൽ നമ്മുടെ ഡസ്റ്റ് ഒന്നും വരാതിരിക്കാൻ നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഇയേഴ്സ്. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. our ears help us to hear. നമ്മുടെ ഇയേഴ്സ് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? കേൾക്കാൻ സഹായിക്കുന്നു. they help us to recognize and understand the sounds around us. നമ്മുടെ ചുറ്റുമുള്ള ശബ്ദങ്ങളെ തിരിച്ചറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും നമ്മുടെ ഇയേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് നോസ്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അറിയുന്നത് കൊണ്ടാണ് മിസ് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകുന്നത് അല്ലേ. ഈ ഐസ് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു നമുക്കറിയാം. നമ്മുടെ നോസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്നറിയാം. ഇയേഴ്സ് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി. സോ നോസ്, എന്തിനാ നോസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നേ? ദ നോസ് ഹെൽപ്സ് us to സ്മെൽ അല്ലേ, സ്മെൽ ചെയ്യുന്നതിന്. We can identify different things by their smell. The nose also helps us to breathe. Yeah, നമുക്ക് സ്മെല് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ. നല്ല ഫ്ലവേഴ്സിന്റെ സ്മെല് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അല്ലേ. അപ്പോ ഈ സ്മെൽ തിരിച്ചറിയുന്നതിന് നമ്മെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ നോസ് ആണ്. അതോടൊപ്പം അവർ നോസ് ഹെൽപ്സ് us to breathe അല്ലേ, ശ്വസിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ഈസ് ടങ്. എന്താണ് ടങ്? നമ്മുടെ നാവല്ലേ. Our tongue helps us to speak. നമ്മെ സംസാരിക്കാൻ ഹെൽപ്പ് ചെയ്ത് നമ്മുടെ സെൻസ് ഓർഗൻ ആണ് ഏത്? our tongue. It also helps us to taste different foods. അല്ലേ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സെൻസ് ഓർഗൻ ആണ് ഏത്? നമ്മുടെ ടങ് അല്ലേ. The tongue has many taste buds.
അപ്പൊ എങ്ങനെയാണ് നമുക്ക് എരിവും പുളിയും മധുരവും ഒക്കെ നമുക്ക് മനസ്സിലാവും അല്ലെ നമ്മുടെ നാവിൽ വെച്ച് കഴിയുമ്പോൾ? എങ്ങനെയാണ് മനസ്സിലാവുന്നേ? ദ ടങ് ഹാസ് മെനി ടേസ്റ്റ് ബഡ്സ്. ദേ ടെൽസ് us whether the food we eat is salty, sweet, sour or bitter. ടേസ്റ്റ് ബഡ്സ് ഉണ്ട് നമ്മുടെ ടങ്ങിൽ. നമുക്ക് ജസ്റ്റ് കാണാൻ സാധിക്കില്ല, പക്ഷെ ആ ടേസ്റ്റ് ബഡ്സ് ആണ് നമ്മെ ഡിഫറെന്റ് ടേസ്റ്റ് മനസ്സിലാക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓൾ ഓർഗൻസ് ടുഗെദർ ഹെൽപ്പ് ദ ബോഡി ടു വർക്ക് പ്രോപ്പർലി. നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ ബോഡി എന്താണെന്ന്, ഒരു മെഷീൻ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് വർക്ക് ടുഗെദർ ഫോർ ദ വെൽ ഫങ്ഷനിങ് ഓഫ് ആ ബോഡി അല്ലേ? നമ്മുടെ ഇന്റേണലും എക്സ്റ്റേണലുമായിട്ടുള്ള ഓർഗൻസ് എല്ലാവരും ഒന്ന് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ബോഡി നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് അല്ലേ? അതല്ല ഐസ് പറയാണ് ഞാൻ ഏതായാലും ഇന്നത്തെ ദിവസം ഞാൻ റെസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് ഹർത്താലാണ്, ഞാൻ ഇന്ന ദിവസം അടഞ്ഞു തന്നെ ഇരിക്കുന്ന ഐസ് പറഞ്ഞാലോ നമ്മുടെ കാര്യങ്ങളെല്ലാം പോയില്ലേ അല്ലേ? അങ്ങനെ പറയുവോ? ഇല്ല. അതേസമയം നോസ് പറയാ ഇന്ന് എനിക്ക് ഹർത്താല, ഇന്ന് എനിക്ക് ലീവ് വേണം, ഞാൻ റെസ്റ്റ് എടുക്കാൻ പോകുന്ന നോസ് പറഞ്ഞാലോ നല്ല രസമായിരിക്കും അല്ലേ? അപ്പോ നമ്മുടെ സെൻസ് ഓർഗൻസ് എല്ലാവരും ഒരേപോലെ പ്രവർത്തിക്കുമ്പോഴാണ് വെൽ ഫങ്ഷനിങ് ഓഫ് അവർ ബോഡി നടക്കുന്നത് അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ നമുക്കുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടി മിസ് ഒന്ന് പറഞ്ഞുതരാം, ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെ നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞത്? വി ഹാവ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ് അല്ലേ? ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഇൻസൈഡ് അല്ലേ, ഉള്ളിലുള്ള അവയവങ്ങളും, എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ പുറമേയുള്ള അവയവങ്ങളും. അതാണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഓർഗൻസ്. പിന്നെ നമ്മൾ ആദ്യം കുറെ എക്സ്റ്റേണൽ ഓർഗൻസിനെ കുറിച്ച് കണ്ടു അല്ലേ? നമ്മുടെ ഹാൻഡ്സ്, ലെഗ്സ്, ഐസ്, നോസ് ഇതെല്ലാം നമ്മുടെ എക്സ്റ്റേണൽ ഓർഗൻസ് ആണ്. പിന്നെ നമ്മൾ പാർട്സ് ഓഫ് ദ ബോഡിയെ കുറിച്ച് കണ്ടു. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഹെഡ്, നെക്ക്, ട്രങ്ക് ആൻഡ് ലിംസ് അല്ലേ? അതാണ് നമ്മൾ 4 കുറിച്ച് പറഞ്ഞു. അപ്പൊ ഹെഡിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ പറഞ്ഞേ? ഹെഡ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി അല്ലേ? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഇറ്റ് ഈസ് ഹാർഡ് ആസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ്. ഇത് ബോൺസും കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇത് ഇത്രയും ഹാർഡായിട്ട് തോന്നുന്നത്. പിന്നെ പറഞ്ഞ എന്താ? ദ ഹെഡ് കണ്ടെയ്ൻസ് ദ ബ്രെയിൻ അല്ലേ? ബ്രെയിൻ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട് അല്ലേ? അത് എവിടെയാണുള്ളത്? നമ്മുടെ ഹെഡിലാണുള്ളത്. ദ ബ്രെയിൻ ഹെൽപ്സ് us ടു തിങ്ക്. നമ്മളെ ചിന്തിക്കാൻ സഹായിക്കുന്നത് ആരാണ്? നമ്മുടെ ബ്രെയിൻ ആണ്. പിന്നെ പറഞ്ഞ നമ്മുടെ നെക്കിനെ കുറിച്ചാ. ദ നെക്ക് ജോയിൻസ് ദ ഹെഡ് ടു ദ ട്രങ്ക്. നമ്മുടെ നെക്കാണ് നമ്മുടെ ഹെഡിനെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദ ഹെഡ് ടു മൂവ് അപ്പ്, ഡൗൺ ആൻഡ് സൈഡ് വേസ്. മുകളിലും താഴെയും സൈഡ് വേസിലേക്കും ഒക്കെ തിരിയുന്നതിന് നമ്മുടെ ഹെഡിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ നെക്കാണ്. പിന്നെ നമ്മുടെ ട്രങ്കിനെ കുറിച്ച് കണ്ടു. ഇറ്റ് ഹാസ് ദ ചെസ്റ്റ് ആൻഡ് അബ്ഡോമൻ. അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? നമ്മുടെ അടിവയർ അല്ലേ? പിന്നെയോ എന്താണുള്ളത്? ദ അബ്ഡോമൻ കണ്ടെയ്ൻസ് സ്റ്റൊമക്, ലിവർ, ഇൻറ്റസ്റ്റൈൻസ് ആൻഡ് കിഡ്നീസ് അല്ലേ? സ്റ്റൊമക്കും ലിവറും ഇൻറ്റസ്റ്റൈൻസും കിഡ്നിയും ഒക്കെ ഏതിൽ വരുന്നതാണ്? നമ്മുടെ അബ്ഡോമനിൽ ഉള്ളതാണ്. പിന്നെ നമ്മൾ ലിംസ് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ലിംസ് എന്ന് പറഞ്ഞാല്? നമ്മുടെ കൈകൾക്കും കാലുകൾക്കുമാണ് നമ്മൾ ലിംസ് എന്ന് വിളിക്കുന്നത്. എന്നിട്ട് അപ്പർ ലിംസ് ആൻഡ് ലോവർ ലിംസ്. അപ്പർ ലിംസ് എന്ന് പറയുമ്പോൾ മുകളിൽ കൈകൾ അല്ലേ? ലോവർ ലിംസ് ലെഗ്സ്. അപ്പോൾ അപ്പർ ലിംസ് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നേ? ഈസി അല്ലേ? നമുക്കറിയാം നമ്മുടെ ഹാൻഡ്സ്, കൈ കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്ന്. സെയിം വേ ലോവർ ലിംസ് അല്ലേ? നമ്മുടെ കാല് കൊണ്ട് നമ്മളെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു. സോ അത്രയുമാണ് അതിൽ നമ്മൾ കണ്ടത്. പിന്നെ നമ്മൾ എന്തിനാ സംസാരിച്ചത്? നമ്മൾ spoke about sense organs. How many sense organs do we have? How many sense organs do we have? Yes, we have 5 sense organs. Can you name them? Can you say the names of the 5 sense organs? Which are they? The skin, eyes, ears, nose and tongue. Then which is the biggest sense organ? The skin. Our skin is the biggest sense organ. Okay, our skin helps us to feel. Then we saw about eyes. Eyes helps us to see. Then nose helps us to smell. Ears helps us to hear. And talking about tongue, our tongue helps us to speak and also to taste. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ ഇപ്പൊ പഠിച്ചത്. ഇനി നിങ്ങൾ എക്സസൈസ് നോക്കിക്കേ. എക്സസൈസ് ജസ്റ്റ് എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. എല്ലാവരും എക്സസൈസ് വായിച്ചു നോക്കുക. ആ ടൈമിൽ മിസ് നിങ്ങളുടെ അറ്റൻഡൻസ് എടുക്കാം.
Ifra. Ifra, Amanna, Jewel Maria, Farha, Eric, Shaiju, Eric. മോളുടെ പേരെങ്ങനെയാടി? അൺമ്യൂട്ട് ചെയ്തേ. അനിഹ. അനിഹ. ഓക്കെ. അനിഹ. അനീറ്റ, കുര്യൻ, മിൻഹാജ്, സയാൻ, ഷൽസാദ്, ടെസ്സ, നാഫിഹ്, ഹൈഫ, ഫാത്തിമ മെഹ്റിൻ, ആൻസൺ കെ അജിത്. ഓക്കെ. ഓക്കെ, എക്സസൈസ് നിങ്ങൾ വായിച്ചു നോക്കിയോ? ഓക്കെ, നോക്കിക്കേ. ഫസ്റ്റ് വൺ, the word in the box is incorrect. Rewrite each sentence using the correct word. അപ്പോൾ ഓരോ സെന്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, ആ സെന്റൻസ് അവിടെ തെറ്റാണെന്നാ പറയുന്നത്. നമ്മൾ ആ സെന്റൻസ് കറക്റ്റ് ആക്കിയിട്ട് അവിടെ എഴുതണം. അവിടെ സ്പേസ് ഉണ്ട്, ഒരു സെന്റൻസ് മൊത്തം എഴുതാനുള്ള സ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ എഴുതണം അല്ലേ? We'll just read that one. My stomach is the uppermost part of my body. Is it correct? Stomach ആണോ? അല്ല. Which is the uppermost part of the body? ഒന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തന്നെ. അമന്ന കാണിച്ചു. ഓക്കെ. മിൻഹാജ്, എറിക്. ഓക്കെ. യെസ്. അനിഹ കാണിച്ചു. ഓക്കെ. സോ ഹെഡ് അല്ലേ? സോ യു റൈറ്റ് ദെയർ. ആ സെന്റൻസ് ഫുൾ ആയിട്ട് എഴുതണം. മൈ ഹെഡ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് മൈ ബോഡി. അങ്ങനെ എഴുതിക്കേ. ആ സെന്റൻസ് ഫുള്ളാക്കി. മൈ ഹെഡ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് മൈ ബോഡി. Okay. Second sentence. My ears helps me to turn my head. My ears helps me to turn my head. നമ്മുടെ ഹെഡ് ടേൺ ചെയ്യുന്നതിനല്ലേ? ഏതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? ഇയേഴ്സ് ആണോ? നെക്ക് അല്ലേ? നെക്ക്. യെസ്. സെന്റൻസ് ഫുൾ ആയിട്ട് എഴുതിക്കേ. മൈ നെക്ക് ഹെൽപ്സ് മീ ടു ടേൺ മൈ ഹെഡ്. My neck helps me to turn my head.
Okay. Third one. My hand makes a lub sound. Hand ആണോ? My heart എന്ന് വേണം എഴുതാനല്ലേ? My heart makes a lub sound. My heart makes a lub sound. Fourth one. എഴുതിയോ നിങ്ങൾ? ഇല്ല, എഴുതിക്കോ. My heart makes a lub sound. എഴുതിയില്ലേ? Did you finish your writing? Okay. Okay. Next one, fourth one. My eye is the biggest sense organ. Eye ആണോ? Which is the biggest sense organ? ഏതാ നമ്മൾ പഠിച്ചത്? My skin is the biggest sense organ. അല്ലേ? അങ്ങനെ എഴുതണേ. My skin is the biggest sense organ. My skin is the biggest sense organ. Fifth one നോക്കിയേ. My tongue helps me to smell. Tongue ആണോ സ്മെൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്? Yeah, my nose helps me to smell. My nose helps me to smell. Okay. Okay.
ഓക്കെ, എന്നിപ്പോൾ ബാക്കി നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ദിവസം കാണാം. എക്സസൈസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ വരുമ്പോൾ അടുത്ത ദിവസം ലെസൺ നന്നായിട്ട് വായിച്ചിട്ട് വരിക. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ എഴുതണം. ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ ടൈം അപ്പ് ആവാനായി. ഓക്കെ ദെൻ ബൈ.